മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രേക്ഷകരെ എല്ലാം നല്ല മുൾമുനയിൽ തന്നെ നിർത്തുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും മാർക്കോയോട് സത്യങ്ങൾ പറഞ്ഞിട്ട് മാർക്കോ അത് കണ്ണനോട് പറയാതെ നേരെ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. മഹാലക്ഷ്മി അന്നേരം ആ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്ന സമയത്ത് മാർക്കോ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ സാറിനോട് മറച്ചു വെച്ചത് വലിയ തെറ്റായിപ്പോയി മഹാലക്ഷ്മി. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, ഇനി കണ്ണൻ സാർ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനും അതോർത്ത് തന്നെ മാർക്കോ പറയാതിരുന്നത്. എന്തായാലും എനിക്ക് 5 വയസ്സുള്ള സമയത്ത് ആ ഒരു അപകടം നടന്നത് അതിന്നും എൻ്റെ കൺമുന്നിൽ നിന്ന് പോയിട്ടില്ല. എപ്പോഴും എനിക്ക് ആ അപകടത്തെക്കുറിച്ച് ഓർമ്മയുണ്ട്. അതുമാത്രമല്ല, ഇനി ആ കാര്യങ്ങൾ കണ്ണേട്ടനോട് പറഞ്ഞാൽ കണ്ണേട്ടൻ എന്നെ തന്നെ വെറുക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. കണ്ണേട്ടന് അച്ഛൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ വിഷമം, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ പ്രതാപൻ സമനില തെറ്റിയ രീതിയിലാണ്. ഇനിയിപ്പോൾ അയാളത് ആരോടൊക്കെ പറയുമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും ഇനി ഞാനായിട്ട് ഇത് ആരോടും പറയണില്ല. പക്ഷേ സത്യങ്ങളെല്ലാവരും അറിയേണ്ട ഒരു ദിവസം വരും, അത് ദൈവനിശ്ചയം. അന്ന് എല്ലാവരും സത്യങ്ങൾ അറിയും. അന്ന് എന്താ സംഭവിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഒരു ടെൻഷനോടുകൂടി പ്രതാപനെ കാണാൻ വരുമ്പം ഈ പ്രതാപൻ്റെ അമ്മ നീയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രതാപൻ മഹാലക്ഷ്മിയെ കണ്ടിട്ട്, മോളെ മഹാലക്ഷ്മി, എൻ്റെ മോളും ഇങ്ങോട്ട് വന്നേ. ഞാൻ ആ മാർക്കോ വന്നപ്പോൾ മാർക്കോയോട് സത്യങ്ങളെല്ലാം പറഞ്ഞു, വിശ്വനാഥനെ കൊന്നത് ഞാനാന്ന്. അവൻ കണ്ണനോട് പറഞ്ഞോ മോളെ, അതോ അവൻ നിന്നോട് പറഞ്ഞിട്ട് നീ അത് അറിഞ്ഞിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. മഹാലക്ഷ്മി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണേ? ഇങ്ങനെയെല്ലാം നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ണേട്ടനെ അറിഞ്ഞാൽ പിന്നെ നിങ്ങളെ ജീവനോടെ വെച്ചേക്കുമോ? അച്ഛനെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കണ്ണേട്ടന് ജീവനായിട്ടാണ് നടക്കണേന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ലക്ഷ്മി അത് എല്ലാവരോടും ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഡോക്ടറോടും നേഴ്സിനോടും ഒക്കെ വിശ്വനാഥനെ കൊന്നത് ഞാനാന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുക. എന്തായാലും അന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ അത് പറഞ്ഞ് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ കരുണയുടെ ജീവിതവും അതോടൊപ്പം എൻ്റെ ജീവിതവും തകരുമെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ആരുടെ ജീവിതം തകർന്നാലും കുഴപ്പമില്ല, എനിക്ക് എല്ലാ സത്യങ്ങളും കണ്ണനെയും എല്ലാവരെയും അറിയിക്കണം, അല്ലെങ്കിൽ വിശ്വനാഥൻ സമ്മതിക്കൂല എന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് വിശ്വനാഥൻ്റെ പ്രേതം ഇവൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് മോളെ, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ. ഇതിനു മുമ്പ് ഇവൻ പാട്ട് പാടണമെന്ന് ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇപ്പം ഇവൻ പാട്ടുമൊക്കെ പാടണ കേൾക്കുമ്പം എനിക്ക് ഇവൻ തന്നെയാണോ പാടണമെന്ന് സംശയം തോന്നുന്നുണ്ട്. അന്നേരം ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് മിക്കവാറും കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവായിരിക്കും. കണ്ണേട്ടൻ്റെ അച്ഛന് പാട്ടിലൊക്കെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു എന്നാണ് കേട്ടേക്കണേ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല ലക്ഷ്മി. ഇനിയിപ്പോൾ ഇവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, ഇനി ഇതെങ്ങാനും ഉണ്ണി അറിഞ്ഞാൽ അവൻ എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അവൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് അവനക്ക് ഈ അവസ്ഥയായെന്നും പറഞ്ഞ് എപ്പോഴും കരുണമോളോട് പറയാറുണ്ട്. ആ ലോറി ഡ്രൈവറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാക്കും എന്നുള്ള രീതിയിൽ അവൻ എപ്പോഴും പറയാറെന്ന് പറയുമ്പം അത് ശരിയാ. എന്തായാലും ഇനി നിങ്ങളാ അച്ഛനെ കൊന്നേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ പറഞ്ഞത് പറഞ്ഞു, ഇനി വേറെ ആരോടും ഇത് പറയാൻ നിൽക്കണ്ട. എന്തായാലും മാർക്കോ ആരോടും പറയാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല, ഇവിടെ വരുന്ന എല്ലാവരോടും ഈ പ്രതാപൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഉണ്ണി വന്നാൽ ഉണ്ണിയോട് ഇത് തന്നെ പറയുമെന്ന് പറയുമ്പം മഹാലക്ഷ്മി എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ, ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ഇനി വേറെ എന്താ മാർഗം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇവനെ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയാലെന്ന് ചോദിക്കുമ്പോൾ ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, ഇങ്ങേര് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കൂലേ. എന്തായാലും കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇയാളുടെ ശരീരത്തുണ്ടെന്നുള്ളതിന് ഒരു സംശയമൊന്നുമില്ല. എന്തിനാ അന്ന് അങ്ങനെ ചെയ്ത്, എന്ത് ഗുണം കിട്ടിയിട്ടാണ് ഒരു പാവ അച്ഛനെയും മോനെ ഇല്ലാണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടാണ് നിങ്ങളങ്ങനെ ചെയ്തതെന്നൊക്കെ പ്രതാപനോട് മഹാലക്ഷ്മി ചോദിക്കുന്ന സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അത് എനിക്ക് വേണ്ടി ചെയ്തതല്ല മോളെ, ആ വാമദേവനില്ലേ അവൻ എനിക്ക് കാശ് തന്ന് എന്നെയും കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അമ്മാവൻ അങ്ങനെ ചെയ്യിപ്പിച്ച്, അമ്മാവൻ്റെ പെങ്ങളുടെ ഭർത്താവല്ലേ അച്ഛൻ, അപ്പോൾ പിന്നെ പെങ്ങളുടെ ഭർത്താവിനെ കൊല്ലേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, അന്ന് ഈ വാമദേവൻ വിശ്വനാഥൻ്റെ കമ്പനിയിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്തിരുന്നു. അത് വിശ്വനാഥൻ കണ്ടുപിടിച്ചപ്പം വാമദേവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. ആ ഒരു ഇതിൽ വിശ്വനാഥനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവനെനിക്ക് കൊട്ടേഷൻ തന്നത്. അന്ന് അവനെനിക്ക് ഒരുപാട് കാശ് തന്നു വിശ്വനാഥനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അന്ന് എനിക്ക് പൈസയൊന്നും ഇല്ലാതിരുന്നുകൊണ്ടാണ് ഞാനത് വാങ്ങിയിട്ട് ആ ഒരു ചതി ചെയ്തേന്ന്. അത് കേട്ടതും മഹാലക്ഷ്മി ആണെങ്കിൽ, അപ്പോൾ അമ്മാവനെ അല്ലേ ഈ കാര്യങ്ങളുടെയൊക്കെ പിന്നിൽ. എന്നാലും അമ്മാവൻ എന്നിട്ട് ഇപ്പോഴും പെങ്ങളോടും മക്കളോടും നല്ല സ്നേഹം അഭിനയിച്ചുകൊണ്ടാണല്ലോ നടക്കണേ. ഒരിക്കലും കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയ്ക്ക് അമ്മാവനിൽ ഒരു സംശയവും തോന്നിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ അവൻ ചെയ്തതിന് എല്ലാം അനുഭവിക്കുന്നത് ഞാനും എൻ്റെ കരുണമോളും. ഇനിയിപ്പോൾ ഇവൻ
ആരോടൊക്കെ എന്തൊക്കെയാണ് പറയണേന്നൊന്നും അറിയില്ല. എന്തായാലും ഉണ്ണിയും ദുർഗയൊന്നും ഇങ്ങോട്ട് വരാതിരുന്നത് ഭാഗ്യമായി എന്ന് പറഞ്ഞു. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെ വിചാരിക്കുകയൊന്നും വേണ്ട, എന്തായാലും ഉണ്ണിയും ഉണ്ണിയുടെ അമ്മയും കാണാൻ വരാതിരിക്കില്ല. അപ്പോഴും ഇയാൾ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവുമെന്ന് ഈ മഹാലക്ഷ്മി പറയുമ്പോൾ ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനി ഇവനെ വലിയ ഉറക്കോളിയും കൊടുത്ത് കിടത്തിയാലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഈ പ്രതാപനെ കാണാനായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണീനെ കണ്ടതും പ്രതാപൻ ഉണ്ണിയോട് പറയുന്നുണ്ട്, എടാ ഉണ്ണിക്കുട്ട, ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു, കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞോടാന്ന് ചോദിക്കണം. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്ത് സത്യമാണ്? ഈ സമയത്താണെങ്കിൽ പ്രതാപൻ്റെ അമ്മ, പ്രതാപ നീ എന്തൊക്കെയായി പറയണ, മിണ്ടാതിരില്ല, അവൻ വെറുതെ പറയണേ, അവനക്ക് തലയ്ക്ക് സുഖമില്ല, വീണതോടുകൂടി അവൻ്റെ സമനില തെറ്റി, അതുകൊണ്ട് പറയണേ, ഉണ്ണിക്കുട്ടൻ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കുക, അമ്മേ ഞാനൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കണ്ണൻ സത്യങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ, എന്നാൽ എനിക്ക് നിന്നോട് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും നിൻ്റെ അച്ഛനില്ലേ വിശ്വനാഥനെ കൊന്നത് ഞാനാന്ന്. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി അച്ഛനിത് എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിക്കുട്ട, അവനക്ക് സ്വയബോധം നഷ്ടപ്പെട്ടേക്കും, അവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയണതാ, ഇന്നലെ തൊട്ട് തുടങ്ങിയതാന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ പിച്ചും പേയും പറയണതൊന്നുമല്ല, ഞാൻ പറയണത് സത്യം തന്നെയാണ്. ഞാനന്ന് വിശ്വനാഥനെ ഓടിച്ചുകൊണ്ടിരുന്ന ബൈക്കിലേക്ക് ലോറി ഓടിച്ച് കയറ്റിയത് ഞാൻ തന്നെയാണ്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, അറിയാതെ സംഭവിച്ച അപകടമാണെന്ന് ചോദിക്കുമ്പം, അല്ല ഉണ്ണിക്കുട്ടൻ, അറിയാണ്ട് സംഭവിച്ചതൊന്നുമല്ല, ഞാൻ മനഃപൂർവ്വം വിശ്വനാഥനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ ലോറി ഓടിച്ച് കയറ്റിയതാണ്, അതും വാമദേവൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന്. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, അമ്മാവനോ, നിങ്ങൾ എന്തൊക്കെയായി പറയണേ, അമ്മാവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ, നിന്നോട് ഞാനല്ലേ പറഞ്ഞ് എനിക്ക് പൈസ തന്ന് വിശ്വനാഥനെ കൊല്ലാൻ പറഞ്ഞ് ഏൽപ്പിച്ചത് ആ വാമദേവൻ തന്നെയാണ്. എന്തായാലും അവനെ എൻ്റെ കയ്യിലേക്ക് കിട്ടട്ടെ, അവനെ ഞാൻ ശരിയാക്കും, ഈ വിവരം നീ ഇപ്പം തന്നെ പോയി കണ്ണനോട് പറയുന്നത്. അന്നേരം ഉണ്ണിക്കാണെങ്കിൽ ഈ പ്രതാപൻ പറയണ കേട്ടിട്ട് വിശ്വാസം ആവണില്ല, ഈ പ്രതാപനാണ് വിശ്വനാഥനെ കൊന്നേന്നുള്ള കാര്യത്തിൽ. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് മുത്തശ്ശി അച്ഛൻ പറയണേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ല ഉണ്ണിക്കുട്ട, നീ ഇതൊന്നും കാര്യമാക്കണ്ട, നീ ഇനിയിപ്പോൾ ഇത് കണ്ണനോട് പോയി പറയാനും നിൽക്കണ്ട എന്ന് പറയുമ്പം ഉണ്ണിക്ക് സംശയമാവുന്നുണ്ട്, ഇയാൾ പറഞ്ഞത് സത്യമായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്തിനാണ് ഇയാളെ ശല്യം ചെയ്യണേ. അന്നേരം പ്രതാപൻ വീണ്ടും പറയുന്നുണ്ട്, നീ പെട്ടെന്ന് തന്നെ ഈ വിവരം കണ്ണനോട് പോയി പറയണം. അന്ന് ഈ ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ ഒപ്പം മഹാലക്ഷ്മി ഉണ്ടായിരുന്നു, എല്ലാത്തിനും മഹാലക്ഷ്മി ദൃക്സാക്ഷിയാണ്. അന്ന് അവൾ തീരെ ചെറിയ കുട്ടിയായിരുന്നു, എന്നാലും അവൾക്കതൊക്കെ ഓർമ്മയുണ്ടെന്ന്. അപ്പോൾ ഉണ്ണിക്ക് ഇയാൾ പറയുന്നതൊക്കെ സത്യമാണെന്നൊരു തോന്നൽ വരുന്നുണ്ട്. എന്തായാലും എൻ്റെ അച്ഛനെ കൊന്നവരെ ഞാൻ വെറുതെ വിടാനൊന്നും പോണില്ല, ആദ്യം തന്നെ ഞാൻ കണ്ണേട്ടനോട് പോയി സത്യങ്ങളൊക്കെ പറയട്ടെ, എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്നും പറഞ്ഞാൽ ഉണ്ണി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, താനിത് എവിടെ പോയേക്ക് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം, അത് കണ്ണേട്ടനെ അറിഞ്ഞില്ലേ, കരുണയുടെ അച്ഛൻ എന്തോ അപകടം പറ്റി ഹോസ്പിറ്റലിലാണ്, ഇപ്പം ഒരു സ്വയബോധമില്ലാത്തതുപോലെയൊക്കെയാണ് സംസാരിക്കണേ, കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെന്നാണ് പറയണേന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതാ എനിക്ക് മനസ്സിലാവാത്തത്, എൻ്റെ അച്ഛനെ അറിയ പോലും ഇല്ലാത്ത അയാളുടെ ശരീരത്ത് എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്തിനാണ് കയറണേ, ഇനിയിപ്പോൾ അയാൾ പണ്ട് ലോറി ഡ്രൈവറാണെന്നല്ലേ പറഞ്ഞത്, ഇനി അയാളെങ്ങാനും ആയിരിക്കുമോ ലോറി ഇടിപ്പിച്ച് എൻ്റെ അച്ഛനെ കൊന്നത്, അതുകൊണ്ടായിരിക്കുമോ എൻ്റെ അച്ഛനെ അയാളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി ആണെങ്കിൽ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അയാളുടെ ഈ അവസ്ഥയിൽ അയാളെ ഞാനൊന്ന് പോയി കാണുന്നുണ്ടെന്ന്. പിന്നീട് ഉണ്ണീനെയാണ് കാണിക്കുന്നത്. ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ അച്ഛനെ കൊന്നത് ആ പ്രതാപന, നീ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം, ഇന്ന് ഞാൻ ആസ്പത്രി ചെന്നപ്പോൾ അയാൾ എന്നോട് പറഞ്ഞതാ എൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണ്. അതുമാത്രമല്ല ആ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യ ആ പ്രതാപൻ്റെ ഒപ്പം ആ വണ്ടിയിലുണ്ടായിരുന്നു, നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയാം അച്ഛനെ കൊന്നത് പ്രതാപനാന്നുള്ള സത്യം, എന്നിട്ട് അവർ ഇത്രയും നാളും അത് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതിന് അന്ന് മഹിക്ക് എത്ര വയസ്സുണ്ട്, 10-20 വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ, അന്ന് മഹി തീരെ ചെറിയ കുട്ടിയല്ലേ, പിന്നെ എങ്ങനെയാണ് മഹിക്ക് അതൊക്കെ ഓർമ്മയുണ്ടാവണേന്ന് ചോദിക്കുമ്പം, എന്തായാലും ആ പ്രതാപൻ പറഞ്ഞത് മഹാലക്ഷ്മിക്ക് അതെല്ലാം ഓർമ്മയുണ്ട്, ഇപ്പോഴും മഹാലക്ഷ്മി അത് പറയാറുണ്ടെന്നാണ് പറഞ്ഞത്, എന്നിട്ടും നിങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നും അവരാ സത്യം മറച്ചു വെച്ചില്ലേ, അപ്പോൾ അവരെന്തിനാ അതങ്ങനെ ചെയ്ത്, എന്തായാലും നിങ്ങളവളെ ഒരുപാട് വിശ്വസിച്ചല്ലേ കൂടെ കൊണ്ടു നടക്കണേന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എനിക്കിപ്പോഴും അയാളോട് ബഹുമാനവും സ്നേഹവും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾ അവരെ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ഇനിയിപ്പോൾ അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ എനിക്ക് അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനൊന്നും പറ്റില്ല, ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത്രയും നാളും നമ്മളിൽ നിന്നും അതെല്ലാം മറച്ചു വെച്ചാൽ അവരെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഉണ്ണി അങ്ങോട്ട് പോകുന്നുണ്ട്.
പിന്നീട് കരുണ ആസ്പത്രിയിൽ വരുമ്പം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, ഉണ്ണി വന്നപ്പോഴും മാർക്കോ വന്നപ്പോഴും പ്രതാപൻ ഇങ്ങനെ വിശ്വനാഥനെ കൊന്ന കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് അറിയില്ല മോളെ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ കമലേശ്വരത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടാവില്ല മുത്തശ്ശി. അവർ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ ജീവനോടെ വെച്ചേക്കുമെന്നും അറിയില്ല. ഇതിനൊക്കെ കാരണക്കാരൻ അമ്മാവനല്ലേ. എന്തായാലും ഞാൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അയാളുണ്ടാക്കിയ പ്രശ്നം അയാളായിട്ട് തന്നെ തീർക്കട്ടെ എന്നും പറഞ്ഞ് കരുണ ഫോണെടുത്ത് വാമദേവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വാമദേവൻ ഫോൺ എടുത്തതും എന്താ മോളെ എന്ന് ചോദിക്കുമ്പം, അമ്മാവ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അച്ഛനിന്ന് ഈ സത്യങ്ങളെല്ലാം മാർക്കോയോട് പറഞ്ഞു. അതുപോലെ തന്നെ ഉണ്ണിയേട്ടൻ ആസ്പത്രിയിൽ വന്നപ്പോൾ ഉണ്ണിയേട്ടനോടും പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ അച്ഛനാണെന്നും അതുപോലെ തന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് അമ്മാവനാണെന്നും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഈ വാമദേവൻ പറയുന്നുണ്ട്, ഇതിനൊക്കെ കാരണക്കാരി ആ മഹാലക്ഷ്മി എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അതെ എൻ്റെ അച്ഛൻ്റെ ഒപ്പം അന്ന് അവളാണ് ഉണ്ടായിരുന്നത്. അവൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. അവൾ കുറേ നാളായിട്ട് അച്ഛനെ അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനിപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിലെത്തിയത്. എന്തായാലും കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് അച്ഛൻ്റെ കൂടെ ഉണ്ടെന്ന് അച്ഛൻ പറയണേ. അച്ഛൻ്റെ ഓരോരോ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ തോന്നുന്നു. ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ കഥകളിക്കാർ കാണിക്കണ പോലെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ആക്ഷനൊക്കെ കാണിച്ച് പാട്ടൊക്കെ പാടിക്കൊണ്ട് കിടക്കുന്നുണ്ട്. അന്നേരം അയാളുടെ നേരെ നോക്കിയിട്ട് കരുണ പറയുന്നുണ്ട്, ഈ അച്ഛൻ ഇതിനു മുമ്പ് ഒന്നും കാണിക്കാത്ത ഓരോരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കണേ. പാട്ടൊന്നും പാടാറുണ്ടായിരുന്നില്ല. ഇപ്പം അച്ഛൻ നല്ലോണം പാട്ട് പാടുകയും കഥകളിക്കാരെ കൂട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മാവെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഈ സത്യങ്ങൾ ആരും അറിയാതിരിക്കാൻ എന്താ മാർഗം എന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, ഇത് എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട്, ഇനി അറിയാൻ ആരും ബാക്കിയില്ല. ഉണ്ണിയേട്ടനൊക്കെ അമ്മാവനോട് എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഫോൺ വെച്ചതും നമ്മളുടെ സീമന്തിനെയാണെങ്കിൽ എന്താ വാമേട്ടാന്ന് ചോദിക്കുമ്പം ആകെ പ്രശ്നമായി. അന്നാ വിശ്വനാഥനെ കൊന്നത് ഞാനും പ്രതാപനും ചേർന്ന. ഇപ്പോൾ അയാൾക്ക് സ്വയബോധം നഷ്ടപ്പെട്ടതുകൊണ്ട് അയാൾ വരുന്നവരോടും പോകുന്നവരോടൊക്കെ വിശ്വനാഥനെ കൊന്നത് അയാളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. അത് കേട്ടതും ശ്രീമന്തിനി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഭഗവാനെ ഞാനീ കേൾക്കണേ, ഇനി അത് വലിയ പ്രശ്നമാവൂലേ? ഉണ്ണിയും ദുർഗയൊക്കെ അറിഞ്ഞാൽ അവർ നിങ്ങളോട് ക്ഷമിക്കുമെന്ന് വയ്ക്കുമ്പം അത് തന്നെ സീമന്തിനി എൻ്റെ പേടി. എന്തായാലും ആ ദുരന്തത്തിന് മഹാലക്ഷ്മി സാക്ഷിയായിരുന്നു. അന്ന് പ്രതാപൻ്റെ ഒപ്പം ലോറിയിൽ മഹാലക്ഷ്മി ഉണ്ടായിരുന്നു. ഇനി അവൾ ഈ സത്യങ്ങൾ കണ്ണനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ അവൻ തരുന്ന പൈസയ്ക്കാണ് നമ്മൾ ജീവിച്ചു പോണേന്ന്. അന്നേരം സീമന്തിനി പറയുന്നുണ്ട്, അവൾ വഴി സത്യങ്ങൾ ആരെങ്കിലും അറിയുമെന്നുള്ള പേടിയാണ് വാമേട്ടനെങ്കിൽ അവളെ അങ്ങോട്ട് കൊന്നു കളഞ്ഞാൽ പോരെ. അപ്പോൾ പിന്നെ ആരും സത്യങ്ങൾ അറിയില്ലല്ലോ, അവളോടുകൂടി ആ സത്യങ്ങളും ഇല്ലാണ്ടാവൂലേന്ന്. ആ സമയത്ത് വാമദേവനും പറയുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മിയും കുഞ്ഞും ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കണ്ട, അവരെ ഇല്ലാണ്ടാക്കാനുള്ള സമയം അതിക്രമിച്ചു, എത്രയും പെട്ടെന്ന് അവളെ ഇല്ലാണ്ടാക്കണമെന്ന്. പക്ഷേ ആ സമയത്ത് സീമന്തിനിയും വാമദേവനും ചിന്തിക്കുന്നില്ല, ഈ പ്രതാപൻ തന്നെയാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതാപൻ ഈ സത്യങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കണോണ്ടാ പ്രശ്നം എന്നുള്ളതൊന്നും. പക്ഷേ മഹാലക്ഷ്മിയെ കൊന്ന രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാണ് ഇവരിയ്ക്കണേ. ഇതേസമയം ഈ പ്രതാപൻ്റെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ബെല്ലടിക്കണ കേട്ടതും പ്രതാപനാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ നിങ്ങൾ ആ ഡോറ് തുറക്ക്, കണ്ണൻ എന്നെ കാണാൻ വന്നേക്കണേയിരിക്കും, ഉണ്ണി ചെന്ന സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാൻ വന്നേക്കണേയിരിക്കും എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി കിളവി നിന്നോട് വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കാത്ത, വേഗം പോയി വാതിൽ തുറക്കുന്നു പറഞ്ഞ് പ്രതാപൻ വീണ്ടും ദേഷ്യപ്പെടുമ്പം ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ കാണുന്നത് നമ്മളുടെ കണ്ണനെയാണ്. കണ്ണനാണെങ്കിൽ അകത്തേക്ക് കയറി വന്നതും പ്രതാപനാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, മോനെ കണ്ണ, നിന്നെ ഞാൻ എത്ര നേരമായി കാത്തിരിക്കണു. ആദ്യം ഞാൻ ആ മാർക്കോയോട് പറഞ്ഞു വിട്ടായിരുന്നു, പിന്നെ മഹാലക്ഷ്മിയോടും പറഞ്ഞു, അവസാനം ഉണ്ണീനോടും പറഞ്ഞു, ഇനിയും നീ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ വരാനിരിക്കുമായിരുന്നു. എന്തായാലും എൻ്റെ കാലിങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വരാനും പറ്റില്ലല്ലോ. നീ ഇപ്പോൾ വന്നത് നന്നായി, നിന്നോട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പം അതുണ്ടല്ലോ കണ്ണ, അന്ന് നിൻ്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നത് ഞാനാണ്. അത് കേട്ടതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ പറയണേന്ന് ചോദിക്കുമ്പം നിൻ്റെ അച്ഛനും നീയും കൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബൈക്കിലേക്ക് ലോറി ഓടിച്ച് കയറ്റിയത് ഞാനാ. സംശയം ഉണ്ടെങ്കിൽ നീ ലക്ഷ്മി മോളോട് ചോദിച്ചു നോക്ക്, അന്ന് ആ ലോറിയിൽ എൻ്റെ ഒപ്പം അവളും ഉണ്ടായിരുന്നു. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, അതൊക്കെ ഇവൻ വെറുതെ പറയണേ മോനെ, ഇവനക്കിപ്പോൾ സ്വയബോധം ഇല്ലാണ്ടായേക്കുക, അതുകൊണ്ടാണ് ഇവൻ പറയണേ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇവനാണെങ്കിൽ ഭയങ്കര പാട്ടും ഡാൻസൊക്കെ ഇവിടെ. ഇതിനു മുമ്പ് ഒരിക്കലും ഇവൻ ഇതുപോലെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പം തന്നെ മോൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇവൻ്റെ ശരീരത്തിൽ കയറിയെന്ന് ഇവൻ പറയണേന്ന്. ആ സമയത്ത് കണ്ണനൊക്കെയാണെങ്കിൽ ഓർമ്മ വരുന്നുണ്ട്. കണ്ണൻ്റെ
എൻ്റെ അച്ഛനക്ക് നല്ലോണം പാട്ട് പാടാനും അതുപോലെ കഥകളിയോടൊക്കെ ഒരു ഭ്രമമുള്ള ആളായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഈ പ്രതാപൻ്റെ ശരീരത്തിൽ എൻ്റെ അച്ഛൻ തന്നെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രതാപൻ പറയണതെല്ലാം സത്യം തന്നെയാണ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇയാളൊരു ലോറി ഡ്രൈവറായിരുന്നു. ഇയാളിപ്പോൾ സ്വയബോധം ഇല്ലാണ്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇയാൾ പറഞ്ഞതിൽ ഉണ്ടാവും. എന്തായാലും ഇയാളും അച്ഛനുമായിട്ട് ഒരു പരിചയമില്ലാത്ത സ്ഥിതിക്ക് ഇയാൾക്ക് മനഃപൂർവ്വം അച്ഛനെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കൊല്ലണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടാവുന്നു. അങ്ങനെ കണ്ണൻ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ അച്ഛനെ കൊന്നതെന്ന് വയ്ക്കുമ്പം അത് വേറൊന്നിനുമല്ല, ആ വാമദേവൻ എനിക്ക് കുറേ പൈസ തന്നു, എന്നിട്ട് വിശ്വനാഥനെ കൊല്ലണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മോനെ ഞാനന്ന് അങ്ങനെ ചെയ്ത്. എന്നാലും ഞാൻ എൻ്റെ വിശ്വനാഥനെ കൊന്നൂലോ, എൻ്റെ പാവം വിശ്വനാഥൻ എന്നും പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ എണ്ണി പറക്കുന്ന സമയത്ത് കണ്ണനാണിങ്ങനെ ദേഷ്യം കയറി ആകെ മുഖമൊക്കെ ഇങ്ങനെ ഭീകരമായിട്ട് വരുന്നുണ്ട്. ആ സമയം പ്രതാപൻ്റെ അമ്മയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. കണ്ണനിനി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലാതെ. എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അച്ഛനെ കൊന്നൂല്ലേ, ഇനി നിങ്ങളും വാമദേവൻ എന്ന് പറയുന്ന എൻ്റെ അമ്മാവനും പുറലോകം കാണില്ല, നിങ്ങളുടെ ജീവിതം ഇനി ജയിലിൽ തീരുമെന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോനെ കണ്ണ, ഇവൻ സുഖമില്ലാണ്ട് ഓരോന്ന് പറയണത് അതൊന്നും വിശ്വസിക്കില്ലേടാന്ന് പറയുമ്പം സുഖമില്ലാണ്ട് പറയണതാണെങ്കിലും സത്യം ഏതാ നുണ ഏതാന്നൊക്കെ എനിക്ക് മനസ്സിലാവും മുത്തശ്ശി. എന്തായാലും നിങ്ങളുടെ മകൻ ഇത്രയും നാളും ഇതെല്ലാം മറച്ചു പിടിച്ചേക്കുമായിരുന്നു. ഇപ്പം നിങ്ങളുടെ മകൻ സത്യങ്ങൾ പറഞ്ഞു, ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കണ്ണൻ അവിടുന്ന് പോകുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.